ഈ അഡ്രിനാലിന് കയറ്റാണ്ട് നിന്നാൽ തന്നെ വീട്ടിൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച മനുഷ്യരാണ് നമ്മളുടെ മാതാപിതാക്കൾ. 1990 മുൻപ് എന്ന് പറയുന്നത് കേരളം അടക്കമുള്ള, അതായത് LPG നടപ്പിലാക്കുന്നതിൻ്റെ മുൻപ് കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ദരിദ്ര ജീവിതം നയിച്ചവരാണ്. നമ്മളൊക്കെ വീടും ഒക്കെ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുടെ 100-1 പോലും ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മളുടെ മാതാപിതാക്കൾ. ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും, ഞാൻ എൻ്റെ ഉപ്പാക്ക് തിരിച്ചൊന്നും കൊടുത്തില്ലല്ലോ. ഉപ്പ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉപ്പ ആഴ്ചയിൽ 500 രൂപ മാത്രമായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ശമ്പളം. ഒരു റേഷൻ കടയിലെ റൈറ്ററായിരുന്നു. ആ 500 രൂപ കൊണ്ട് എന്നെ M.Ed വരെ പഠിപ്പിച്ചത് ഉപ്പയാ. എൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചേച്ചത് ഉപ്പയാ. അതിൻ്റെ ഇടയിൽ ഉപ്പ എപ്പോൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഉപ്പ ജീവിക്കാൻ മറന്നുപോയി എന്നായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക. കാരണം ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ പോലും ഉപ്പ കുടിക്കില്ലായിരുന്നു. ചായ കുടിക്കാത്തതിന് ഞങ്ങൾ വിചാരിച്ചത് പിശുക്കാണെന്നായിരുന്നു. പക്ഷെ ഞാനൊരു ഉപ്പയപ്പം എനിക്ക് മനസ്സിലായത്, മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കലാണ് എല്ലാ ഉപ്പമാരുടെയും സ്വഭാവം. ഞാൻ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ പോകാനുള്ള കുറേ ചാൻസ് കിട്ടിയിരുന്നു. ഒരിക്കലും ഖത്തറിൽ പോയപ്പം എൻ്റെ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായ ഒരാളുടെ താമസ സ്ഥലം കാണാനിടയായി. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവരെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. ഒരു ചെറിയ 10x10 എന്ന അളവിൽ പറയാവുന്ന, അതായത് 3 കട്ടിലുകൾ ആകൃതിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മുറി. അതിൽ 6 കട്ടിലുകളാണ്, മേൽക്ക് മേലെ ബെർത്ത് പോലെ. ഒരലമാര ആ റൂമിലില്ല. അവരുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കിയിട്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുക. അവിടുന്ന് പുറത്ത് ഒരു ചെറിയ മുറി, അതാണ് അവരുടെ ഡൈനിങ് ഹാൾ. ആ മുറിയിൽ വട്ടത്തിലുള്ള ഒരു മേശയും 4 കസേരയും. 6 പേർ താമസിക്കുന്ന ആ സ്ഥലത്ത് 4 കസേര മാത്രമേ ഉള്ളൂ. ആ മുറിയുടെ തന്നെ ഒരു മൂലക്ക് ഒരു നീളത്തിലുള്ള ഒരു മാർബിളിന്റെ പലക. ആ പലകയുടെ മുകളിൽ ഒറ്റ ബർണർ മാത്രമുള്ള ഒരു അടുപ്പ്. 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ബർണറേ ഉള്ളൂ. 4 പേരുള്ള എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ 3 ബർണറിൽ ഒന്ന് കേടുവരുമ്പോഴേക്ക് എൻ്റെ ഭാര്യ ചീത്ത പറഞ്ഞ ഞാൻ അപ്പം ആലോചിച്ചു. അവരുടെ ബാത്റൂമിൽ ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയാവുന്ന താഴോട്ട് കുഴിയുള്ള ക്ലോസറ്റാണ്. അതിൻ്റെ വലത്തെ കാല് വെക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീണു പോകുമെന്ന് പേടിച്ചെങ്കിലും 2 വർഷമായി 4 മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ ബാത്റൂം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മൂത്രമൊഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ഭാര്യ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുക. അവരിപ്പോൾ ഉള്ളത് ഒരു സാനിറ്ററി കടയിലാണ്, ക്ലോസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ക്ലോസറ്റിൻ്റെ വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറയാണ്, എഞ്ചിനീയർ പറഞ്ഞത് ഈ മോഡൽ വാങ്ങാനാണ്, ഇതിന് 32,000 റുപ്യ വില. ഞാനും മോളും നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാ കുറച്ചുകൂടി നല്ലതിന് 42,000 ഇതിലേതാ വാങ്ങേണ്ടതെന്ന് വേഗം ഇങ്ങോട്ട് പറയാം. അപ്പം അവൻ തിരിച്ചു പറഞ്ഞ്, നീ വിളിച്ചത് നന്നായി, മോളെ കാണാൻ പൂതിയായിരുന്നു, ഇന്നലെ ഞാൻ ഓളെ സ്വപ്നം കണ്ടിരുന്നു, നീ മോളെ മുഖത്തേക്കൊന്ന് ക്യാമറ ആക്കിക്കുകയാണ്, നിങ്ങൾ മാഞ്ഞാളം കളിക്കാണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ട് മോളെ മുഖത്തേക്കാക്കാതെ ക്ലോസറ്റ് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവൻ തിരിച്ചു പറയാണ്, അതൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചോണ്ടിരിക്കണുണ്ടോ, നിങ്ങൾക്ക് എനക്കും മോക്കൊക്കെ ഇഷ്ടപ്പെട്ട അതാണെങ്കിൽ നീ അതങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്തു. ജീവിതകാലം മുഴുവനും ഒരു വൃത്തിയില്ലാത്ത കക്കൂസ് ഉപയോഗിക്കുന്ന ആ മനുഷ്യന് തൻ്റെ മകളും ഭാര്യയും ഏറ്റവും മികച്ച കക്കൂസാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിചാരമാണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ അറിയാതെ കണ്ണിൻ്റെ കോണിൽ ഇത്തിരി വെള്ളം വന്നുപോയി. അതവൻ കണ്ടു. അവൻ തിരിച്ചു വന്ന് എൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് ഒരൊറ്റ കരച്ചില. നീ നാട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടൊന്നും ഞങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത് പറയരുത് കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യുന്നത് ഒരു സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ അധ്വാനിക്കുന്ന ഉരുകുന്ന ഉപ്പയുടെയും ഉരുകുന്ന ഭർത്താവിൻ്റെയും ഒക്കെ സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന മക്കളെയും ഭാര്യയൊക്കെ ഷഹീദിന്റെ രക്തസാക്ഷിയുടെ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിമാനം കയറി. ആ മനുഷ്യരെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യരൊന്ന് ഫോൺ വിളിക്കുമ്പോൾ നേരെല്ലാം മനുഷ്യ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും കുറെ കാലം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പിയാപ്പിളപ്പം പോകാത്തയും കൊണ്ട് മോക്കൊന്നിനും നേരല്ല എന്ന് പറയുന്ന അമ്മായിയമ്മമാരോ ഉമ്മമാരോ ഒക്കെ സ്വയം ചിന്തിച്ചു നോക്കണം. ആ മോൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ഉരുകിയ മനുഷ്യൻ ഒരു വീട്ടിലെത്തുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വീട്ടിൻ്റെ അസൗകര്യങ്ങളിലേക്ക് വരുന്ന ഒരാളായിട്ട് മാറിപ്പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഒരാളാണ് നമ്മളുടെ ഉമ്മയും. എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാലേ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റിപ്പിടിച്ചിരുന്നു എൻ്റെ ഉമ്മ. അതിനൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കഴിച്ചിട്ടുണ്ടാവില്ല.
അത് മക്കൾക്കുള്ളതാണ്. ഏത് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെന്നാലും ഉമ്മാണ് വാതിൽ തുറക്കുന്നെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നീ എന്തെങ്കിലും തിന്നിട്ടാണോടാ വരുന്നതെന്നാണ്. എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഉമ്മാക്ക് ഈ പ്രായത്തിലും ആദ്യമാണ്. പൊരിച്ച മീനൊന്നും ഉമ്മ തിന്നൂലായിരുന്നു, അതൊക്കെ മക്കൾക്കുള്ളതാ. മക്കൾക്ക് മുട്ടായി കിട്ടിയാൽ ഉമ്മാക്ക് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അത് മക്കൾക്ക് തന്നെ തിരിച്ച് കിട്ടുമെന്ന് അറിയാം. ഉമ്മാക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മക്കൾ തിന്നാലേ ഉമ്മാക്ക് സന്തോഷമാവുന്നുള്ളത് കൊണ്ടാണ്. നമ്മളെ ഉമ്മയും അങ്ങനെ തന്നെ നമ്മൾ തിന്നുന്നത് കണ്ട് സന്തോഷിച്ച ആളായിരുന്നു. പക്ഷെ അവരിപ്പോൾ പ്രായമായപ്പോൾ നമ്മളുടെ സ്ഥാനം ഉയർന്നു വന്നപ്പോൾ അവരുടെ സ്ഥാനം താഴ്ന്നു പോകാതെ നോക്കേണ്ടത് നമ്മളുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും മക്കളോടൊപ്പം പോകുമ്പോൾ വല്ല ഐസ്ക്രീമോ മുട്ടായിയൊക്കെ വാങ്ങിയാൽ ഉമ്മ മക്കൾ ഓർപ്പിക്കും, ഉപ്പാക്ക് കൊടുക്കും. കാരണം ഉപ്പാക്ക് ഉമ്മാക്ക് എപ്പോഴും ഞാൻ മോൻ തന്നെ, ഉമ്മാൻ്റെ മോന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഉമ്മ മുന്നോട്ട് പോകുള്ളൂ എന്നർത്ഥം. ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഈ ലോകത്ത് നിന്ന് അങ്ങ് പോണേന്നായിരുന്നു. അതായത് ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഉപ്പ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പോലും മക്കളെ ബുദ്ധിമുട്ടരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉപ്പാക്ക്. അങ്ങനെ അവർ പോയിക്കളയും. എൻ്റെ ഉപ്പയൊക്കെ പോയപ്പോൾ നെഞ്ചിലാന്തൽ ഇപ്പോഴും തീർന്നിട്ടില്ല. അതറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ജീവനോടുള്ള കാലത്ത് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ നല്ലപോലെ സ്നേഹിക്കുക, ആരോടും പിണങ്ങാതെ ജീവിക്കാൻ ശ്രമിക്കുക. പിണങ്ങി ജീവിക്കുന്നവർ മുസ്ലിം അല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. മുസ്ലിം അല്ലാത്തവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മുസ്ലിം അല്ലാത്തവർ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. ഹജ്ജിന് പോകുമ്പോൾ മാത്രം പൊരുത്തപ്പെടിച്ചാൽ പോരാ, നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ പൊരുത്തപ്പെടിക്കണം. കാരണം നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് വെറുപ്പുള്ള ആളാവാതിരിക്കുന്ന, നമ്മളെ പിണങ്ങി നിൽക്കുന്ന ആളാരും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴാണ് മരിച്ചു പോകുക നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊക്കെ പരമാവധി എല്ലാവരോടുമുള്ള പിണക്കം മാറാനും ആ പിണക്കം മാറി സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു കുടുംബ സംഗമത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ മരിച്ചുപോയ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു തആല വിശാലമായി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ നല്ല സ്നേഹമുള്ള മക്കളെ നമ്മളൊക്കെ വീണ്ടും നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.